നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം. ഫസ്റ്റ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് ഇതിനകത്ത് പോസിറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിൽ റെസനേറ്റ് ആയി കഴിഞ്ഞിരിക്കും. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ ഒരു കാരണവശാലും ഇത് കേൾക്കാൻ നിൽക്കാതെ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. കൂടാതെ തന്നെ വിശ്വാസമുള്ളവർ ഈ ഒരു റീഡിങ്സിൽ പൂർണ്ണതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും തന്നെ കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും പോസിറ്റീവാകുന്ന ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആകും. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസും വരാഹി മന്ത്രവും നിങ്ങൾ ചൂസ് ചെയ്യുക. വരാഹി മന്ത്രം നമ്മുടെ ബ്ലോക്കേജുകളും നെഗറ്റീവ് എനർജികളെയും ശത്രുദോഷങ്ങളെയും തടസ്സങ്ങളെയും എല്ലാം മാറ്റിത്തരികയും നമ്മുടെ ലൈഫിനൊരു പുതു ഉണർവ് നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് 100% നിങ്ങളുടെ മാറിക്കിട്ടുമെന്നത് ഉറപ്പാണ്. ഇതെല്ലാം നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമാധാനത്തോടും പൂർണ്ണതയോടും കൂടിയാണോ ചെയ്യുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഫലം വന്നു ചേരുന്നത്. സഡൻ ഫലം ലഭിക്കണമെങ്കിൽ അത്രത്തോളം ആഴത്തിൽ നിങ്ങളത് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വരാഹി മന്ത്രം രാത്രി 8 മണിക്ക് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ചൊല്ലുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. 108 തവണയോ 308 തവണയോ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വേറെ തടസ്സങ്ങളൊന്നുമില്ല. അതൊരു പ്രാർത്ഥനയായിട്ട് മാത്രം കാണുക. അതിൻ്റെ രീതിയിൽ പോസിറ്റീവായ കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്കും നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള മാർഗങ്ങളുമായിട്ട് മാത്രം അതിനെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇന്ന് ജസ്റ്റിസ് ആണ് കേട്ടോ. ഇന്നൊരു നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങളൊരു ജഡ്ജായിട്ട് ഇരിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങളൊരു മധ്യസ്ഥത പറയേണ്ടി വരും. ഒരു നല്ല രീതിയിലൊരു നീതി നിങ്ങൾ നടപ്പിലാക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ ലീഗൽപരമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ജസ്റ്റിസ് കോടതിപരമായിട്ടാണെങ്കിലും മറ്റു വ്യക്തികളായിട്ടാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയാണ് വന്നു ചേരാൻ പോകുന്നത്. അതായത് നിങ്ങൾ അമിതമായി ഫോക്കസിങ് ചെയ്ത, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് മാനിഫെസ്റ്റിംഗ് എനർജിയോട് കൂടി വെയിറ്റിംഗ് ചെയ്ത ഒരു കാര്യത്തിന് നിങ്ങൾക്കിന്നൊരു ഗുണകരമാകുന്ന, അതായത് നിങ്ങൾക്കിന്ന് ന്യായം ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾക്കിന്നൊരു പുതിയ ആളായി തീരാൻ പറ്റും. അതായത് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളിന്ന് നടപ്പിലാക്കുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഒരു ബാലൻസും പൂർണ്ണതയും ഉള്ള ഒരു എനർജീനെയാണ് കാണുന്നത്. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പെൻഡിക്കിൾസ്, നൈറ്റ് ഓഫ് പെൻഡിക്കിൾസാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി പരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയതിൽ ഇന്നൊരു മധ്യസ്ഥത പറയേണ്ടി വരികയും ആ ഒരു ഫിനാൻസ് സംബന്ധമാകുന്ന കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുകയും ചെയ്യും കേട്ടോ. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിയമപരമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻസ്
സംബന്ധമാകുന്ന കാര്യത്തിന് നല്ല ഒരു റിസൾട്ട്, നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവാകുന്ന പോസിബിൾ ആകുന്ന ഒരു റിസൾട്ട് വന്നു ചേരുന്നു. ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് കർമ്മ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില മാറ്റങ്ങൾ ലൈഫിലേക്ക് സംഭവിക്കുന്നു. നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നീതി ലഭിക്കുന്നു. നിങ്ങളെ മോശമായിട്ടും ദ്രോഹിച്ചുമൊക്കെ നിന്ന വ്യക്തികൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നു. നിങ്ങൾ എവിടേക്കാണോ സ്റ്റക്കായിട്ട് നിന്ന്, എവിടേക്കാണോ നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിച്ചത്, എവിടേക്കാണോ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയ ഇടങ്ങൾ, അവിടെ നിന്നെല്ലാം നിങ്ങൾക്കിന്ന് പൂർണ്ണമാവുന്ന ഒരു ബാഡ് കർമ്മ, ഒരു നിങ്ങൾ അനുഭവിച്ച ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്ത നന്മയുടെ ഫലങ്ങളും നിങ്ങൾക്കിന്ന് ഒരുമിച്ച് വന്നു ചേരുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസമാണ് കേട്ടോ. നീതിയുടെ ദിവസമാണ്, ന്യായത്തിൻ്റെ ദിവസമാണ്, പൂർണ്ണതയുടെ ദിവസമാണ്, സക്സസിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏതെല്ലാം സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും, എന്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്നു, അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു, ഗുഡ് കർമ്മ ലഭിക്കുന്നു, സക്സസ് ലഭിക്കുന്നു. നിങ്ങളുടെ ഒരു വിജയമാണിന്ന്, ഫയർ എനർജിയാണ്. അത്യുജ്വലമായിട്ട് നിങ്ങൾക്കിന്ന് ജ്വലിക്കാൻ പറ്റുന്ന ഒരു എനർജിയായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുമായിട്ട് കൂട്ട് ബിസിനസ് ചെയ്തിട്ട് നിങ്ങളെ അതിലാരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ കാത്തിരുന്ന, ഏകാന്തത അനുഭവിച്ച, ഒറ്റപ്പെടൽ അനുഭവിച്ച, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ ഉള്ളത് അതെല്ലാം നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് ഒഴുകി വരികയാണ്. ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രവാഹമാണ് ഇന്ന് നിങ്ങളുടെ ലൈഫിലെന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി, പുതിയൊരു പ്രണയം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ, ആരുടെയെങ്കിലും ഒരു തിരിച്ചു വരവിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരുന്നെങ്കിൽ അതെല്ലാം ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്കൊരു കൂടിച്ചേരൽ, ഒരു സംഗമമാണ് ഇന്ന് സംഭവിക്കുന്നത് കേട്ടോ. ഒരു പൂർണ്ണതയോടുകൂടിയ, അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടുകൂടി, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടു കൂടിയ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഒരു പൂർണ്ണതയിലെത്തിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇന്നൊരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇമോഷൻസ് പരമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ സ്റ്റക്കായിട്ട് നിന്നത്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പൂർണ്ണതയില്ലാതെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ നിന്നതാണെങ്കിലും, അതുപോലെ ഇത് വേണം, അതൊരു എന്താ പറയുക, ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നതാണെങ്കിലും ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഇന്ന് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു, ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് വ്യക്തികളിൽ മാത്രം ഇന്നൊരു സ്റ്റക്നെസ് വരുന്നുണ്ട് കേട്ടോ, ഒരു ബ്ലൈൻഡ് എനർജി വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഒരു ഫൈറ്റിങ്ങിൽ ഏർപ്പെടേണ്ടി വരികയോ അതല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊക്കെ ഒരു നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീനെ തകർക്കാൻ ശ്രമിച്ച ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ അധ്വാനിച്ചുവോ അതെല്ലാം ഒന്നുമല്ലാതാക്കി തീർക്കാൻ ശ്രമിച്ച ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്നെസ്സിനെയും ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുക. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിട്ട് നെഗറ്റീവ് ചിന്തകളോടുകൂടി ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന വ്യക്തികൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റങ്ങളുടെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം, പൂർണ്ണതയുടെ ദിവസമാണ്. ജസ്റ്റിസ് ആണ്, ഇന്ന് ശനിയാഴ്ചയാണ്. ജസ്റ്റിസ് മീൻസ് ശനിദേവൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് നീതിയാണ് ലഭിക്കുന്നത്, അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയല്ല, ഇന്നത്തെ ദിവസം നിങ്ങൾ രക്ഷിക്കപ്പെടുകയാണ്. പറ്റുന്നവരെല്ലാം പോയി അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പ്രാർത്ഥന, പറ്റുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടേതായ മതവിശ്വാസപ്രകാരമാണെങ്കിലും ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും പോസിറ്റീവാകുന്ന, ഏറ്റവും ഗുണമുള്ള, ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റിസ് ആണ്, ഊർജ്ജസ്വലമാകുന്ന ഒരു എനർജിയാണ് ഇന്ന് വന്നു ചേരുന്നത്. അതുപോലെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ആരെങ്കിലും കരിയർപരമാകുന്ന കാര്യങ്ങളിൽ പെടുത്താൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് വ്യക്തികളെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നല്ലൊരു ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന നിങ്ങളെ അവിടെ ശത്രുതയോടുകൂടി നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ കാണുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇമോഷണൽ ചീറ്റിംഗ് വരുത്താൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. മ്യൂച്വൽ അതായത് നിങ്ങളോട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് A to Z വരെ അറിയാവുന്നുള്ള ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ ചിലപ്പോൾ ഒരു പെയിൻ എനർജി കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുക. നിങ്ങളാണ് സക്സസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി. നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ടാണ് നിങ്ങൾ കരിയർ എനർജിയിൽ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെ ആ ഒരു പാതയിലൂടെ പോകുന്നിടത്ത് നിങ്ങളോടും ഏറ്റവും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ശത്രുതാഭാവം കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഫാമിലിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഫാമിലിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മധ്യസ്ഥതയൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു റിയൂണിയൻ എനർജി ഉണ്ട് കേട്ടോ. ഭാര്യ-ഭർതൃ ബന്ധത്തിലൊരു റിയൂണിയൻ എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് ഒരു നീതി, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണോ കഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു തിങ്കിങ്, അതായത് ഫാമിലിയോടൊപ്പം നിൽക്കണോ അതോ മറ്റു ദൂരേക്ക് മാറിപ്പോയി നിങ്ങളുടെ ലൈഫിനെ സേഫ് ആക്കണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന, അതായത് ഫാമിലിയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവാകുന്ന വളരെ നല്ല പൂർണ്ണതയുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിലെ ഒരു ചൈൽഡ്ഹുഡ് എനർജി ഇന്ന് നിങ്ങളുടെ ഫാമിലിപരമായിട്ട് നിങ്ങളുടെ കുടുംബവുമായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു ചൈൽഡ്ഹുഡ് എനർജി ചിലപ്പോൾ ഈ സൗഹൃദ ബന്ധങ്ങളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. ഒരു ഒത്തുചേരലും ഒരു ഹാപ്പിനെസ്സും ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കുക എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അമിതമായി ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരിയർ എനർജിയിൽ നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നടത്തിയതാണ് കേട്ടോ. ചിലപ്പോൾ ഒരു പുതിയ ജോലി ലഭിച്ച വ്യക്തികളായിരിക്കാം. അവിടെ നല്ല പോലെ സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പോസിറ്റീവ് ആവാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിലൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു സന്തോഷം, ഒരു എനർജിയുടെ പുറത്താവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നൊരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആവാം. ഒരു ഗ്രോത്ത് എനർജി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പാത്തിൽ ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണാനും കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഇമോഷണൽ ബാലൻസ് തീർക്കുക. ഒന്ന് മാറി ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിങ്ങിനെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിങ്ങിനോട് നിങ്ങൾക്കൊരു പ്രണയം ഫീൽ ചെയ്യട്ടെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനെ നിങ്ങൾ ആസ്വദിക്കുക. ആ ഒരു ആസ്വാദനത്തിലൂടെ, അതായത് നിങ്ങളുടെ ഒരു കഷ്ടപ്പാടിനെ നിങ്ങൾ ആസ്വദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് ആണ്, വലിയൊരു സക്സസ് ആണ്. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കൂടിയാണ് നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഫാമിലിയെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്ക് ഫാമിലിപരമാകുന്ന ചിലപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഇനി ഒരു ഹൗസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയെ കണക്റ്റ് ചെയ്യുന്ന മാര്യേജ് സംബന്ധമാകുന്ന കാര്യത്തിന് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സഹോദരങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിന് ഓടി നടക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിന്ന് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഡിവൈൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു കഷ്ടതയുടെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പൂർണ്ണത ലഭിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ്സിനെ കാണുക എന്നാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ന് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുക. ചിലപ്പോൾ ഒരു ഇമോഷണൽ ചീറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ഫിനാൻഷ്യൽ പരമായിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് 100 കിട്ടുമെന്നുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അതിനെ ഒക്കെ വളരെയധികം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. കാരണം ഒരു ഇമോഷണൽ ചീറ്റിംഗ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ
വാങ്ങലോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വളരെ ശ്രദ്ധ കൊടുക്കുക കേട്ടോ. അതുപോലെ ഇന്ന് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങളെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക, ഒന്ന് സറണ്ടർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മുമ്പിൽ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യുക. എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ മാനേജിങ് ചെയ്യാനും നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, അതായത് മുൻകോപം എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക, വളരെ റിലാക്സ് മൈൻഡോടുകൂടി കാര്യങ്ങളെ കാണുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ പാസ്റ്റിൽ ചില കാര്യങ്ങളെ ക്ലിയർ ചെയ്യണം കേട്ടോ. അതായത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ടായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജി, നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയോ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചീറ്റിംഗ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനൊരു ബിഗ് ചേഞ്ചിങ് ഉണ്ടാക്കുക, അതായത് എല്ലാത്തിനെയും ഒന്ന് ബാലൻസ് ചെയ്യുക, ഹീലാക്കി കളയേണ്ട ചില കാര്യങ്ങളെയൊക്കെ ഹീലാക്കി കളയുക, ലൈഫിൽ നിന്നും എടുത്ത് ദൂരെ കളയുക, ചില വ്യക്തികളെയും ചില സിറ്റുവേഷൻസിനെയും ചില ഓർമ്മകളെയും എന്നാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ ഇന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അതായത് വളരെ മോശമാകുന്ന ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില ഡിസിഷനുകൾ നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത്. വളരെ മോശമാകുന്ന ഡിസിഷനുകൾ ഒന്നും എടുക്കാതെ വളരെയധികം ആലോചിച്ച്, അതുപോലെ ഇന്ന് സംസാരിക്കുന്നിടത്തും നിങ്ങൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും എല്ലാം നിങ്ങൾ വളരെയധികം മിതത്വം പാലിക്കണം. ആ ഒരു കാര്യവും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതായത് നിങ്ങളൊരു നല്ല പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കരിയർ പാത്തിലൊക്കെ ഒരു ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഫാമിലിയിലായിക്കോട്ടെ, നിങ്ങൾ എവിടെയാണോ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന പൊസിഷനുകളിൽ ഇരിക്കുന്ന ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് റെസ്പെക്റ്റ് നൽകുന്ന കുറേ വ്യക്തികളുണ്ടാവും നമ്മുടെ എല്ലാ ജീവിതത്തിലും അല്ലേ. എത്ര വലിയ ഇത് പറഞ്ഞാലും ഓരോ വ്യക്തികളെ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ കുറച്ച് ആളുകളുണ്ടാവും. അപ്പം ആ ഒരു എനർജിയെ മനസ്സിലാക്കി നിങ്ങൾ ഇന്ന് മുന്നോട്ടേക്ക് പോകുക. നമ്മളുടെ സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലാണെങ്കിലും എല്ലാം ഒരു പൂർണ്ണത, ഒരു ബ്ലെസ്സിങ്സ്, ഒരു ഏഞ്ചൽ സപ്പോർട്ടോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ഫൈറ്റിംഗ് എനർജി വരാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളോട് ഏറ്റവും കണക്റ്റ് ചെയ്ത വ്യക്തികളാവാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആരെങ്കിലുമായിട്ടൊരു ചെറിയ ഫൈറ്റിംഗ്, ഒരു കോൺഫ്ലിക്റ്റ് എനർജി വരുന്നുണ്ട്. നിങ്ങളാണ് അവിടെ വിജയിക്കുന്നതെന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ പരമായ ഒരു കൊടുക്കൽ വാങ്ങലിലൊക്കെ ആരെങ്കിലുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല എന്നാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ലൈഫിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇന്ന് കുറച്ച് സ്ട്രഗിളിങ് ചെയ്യണം കേട്ടോ. ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസുകളിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇമോഷണൽ ബാലൻസോടുകൂടി പെരുമാറുക. ഒരു ഫീമെയിൽ എനർജി, അതായത് ഒരു ഫീമെയിൽ എനർജി പോലെ പെരുമാറാതെ, അതായത് ഒരു ഫെമിനിയൻ എനർജിയിലേക്ക് പോകാതെ ഒരു മസ്കുലൻ എനർജിയിലേക്ക് മാറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഒരു മെച്യൂരിറ്റിയോട് കൂടിയും സ്ട്രോങ് ആയിട്ടും കാര്യങ്ങളെ കാണുക. നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ ഒന്ന് ചേഞ്ച് ആക്കുക. അത് ഫീമെയിലായാലും ഒരു മസ്കുലൻ എനർജിയോട് കൂടി ലൈഫിനെ കാണാൻ ശ്രമിക്കുക, ഇമോഷൻസിനെ കാണാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. എന്താണെങ്കിലും റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.